ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്ന് അടുക്കള മാജിക് റെസിപ്പീസിൽ ഒരു ചെമ്മീൻ മുളകിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഈസി റെസിപ്പിയാണ്. അതിനു മുമ്പായിട്ട് നിങ്ങളിതുവരെ അടുക്കള മാജിക് റെസിപ്പീസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് എല്ലാം ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെടും. ഇനി നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഒരു 1/4 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 തണ്ട് കറിവേപ്പില, 4 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് ഇത്ര എരിവ് ഇഷ്ടമല്ലെങ്കിൽ ഇത്ര മുളക് പൊടി ഇടണ്ട, കുറച്ച് കുറക്കാം. പക്ഷെ മുളകിട്ടതെന്ന് പറയുമ്പോൾ അത്യാവശ്യം എരിവുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത് 4 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നത് തന്നെയാണ് നല്ലത്. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി ചെറുതായി മുറിച്ചത് എടുക്കണം. ഇത് അത്യാവശ്യം വലിയ തക്കാളിയാണ്. 6 അല്ലി വെളുത്തുള്ളി വേണം. ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ വേണം. 1.5 ടീസ്പൂൺ കടുക്. ഇതിൽ അത്യാവശ്യം കടുക് ഇടുന്നുണ്ട്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ വേണം. നിങ്ങൾ ചെമ്മീൻ മുളകിട്ടത് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. ഇതിന് പകരം ഓയിലൊന്നും എടുക്കരുത്. വെളിച്ചെണ്ണയാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. ഇതിലേക്ക് ഇനി 3 പച്ചമുളക് കൂടെ വേണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എരിവ് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ 2 എണ്ണം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ എന്തായാലും 3 എണ്ണം ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുക്കുന്നുണ്ട്. ഈ പുളിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിലെ നീര് പിഴിഞ്ഞെടുത്ത് വെക്കണം. ഇതൊരു 2 ഗ്ലാസ് എടുത്ത് വെക്കുന്നുണ്ട് ഞാനിവിടെ ഒരു മൺചട്ടിയിലാണ് മുളകിട്ടത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചട്ടി നന്നായി വെള്ളമെല്ലാം പോയി ചൂടായി വരുന്ന സമയത്താണ് നമ്മൾ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. ഞാനിതിലേക്ക് 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടായ എണ്ണയിലേക്കാണ് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നത്. കടുക് ഇപ്പോൾ പൊട്ടി വരുന്നുണ്ട്. കടുക് മുഴുവനും പൊട്ടി തീർന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 3 പച്ചമുളക് നടുവേ കീറിയിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കണം. ഞാനിതിലേക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എരിവൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഇത്ര എരിവ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 1 or 2 പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെറുതാണ് എടുക്കുന്നതെങ്കിൽ 3 എണ്ണം എടുത്തോളൂ. 6 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചതക്കേണ്ട ആവശ്യമില്ല. ഇഞ്ചി വേണമെങ്കിൽ ഒരു കല്ല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, നന്നായിരിക്കും. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളി നന്നായി ഉടഞ്ഞ് വരണം. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഈ എണ്ണയിൽ കിടന്നിട്ട് തന്നെ തക്കാളി നന്നായി ഉടഞ്ഞ് വെന്ത് കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കിലോ ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി തോടെല്ലാം കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല.
നമ്മൾ ഈ തക്കാളി നന്നായി വെന്തുടഞ്ഞ് വന്നതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് അല്പസമയം അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2-3 മിനിറ്റ് നമ്മളിത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായി കിട്ടണം. നിങ്ങൾ ഒരുപാട് അങ്ങ് ഫ്ലെയിം കൂട്ടി വെക്കരുത്. നമ്മളിതിലേക്ക് വെള്ളം ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഇത് കരിഞ്ഞ് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്. ടേബിൾ സ്പൂൺ അല്ല, സാധാരണ സ്പൂണിലാണ് ഞാൻ അളവെടുത്തിരിക്കുന്നത്. സാധാരണ സ്പൂണിലാണ് 4 ടീസ്പൂൺ. നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടെങ്കിൽ 3 ടീസ്പൂൺ എടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെ എല്ലാം പച്ചമണം പോകുന്നത് വരെ നമുക്ക് ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ. ഈ സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഈ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒന്നും പച്ചമണം പോവില്ല. ഈ പൊടികളെല്ലാം കരിഞ്ഞ് അടിക്ക് പിടിച്ചു പോവും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തതാണ്. ഇതൊരു 2 ഗ്ലാസ് ഉണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള 1 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പുളിയുടെ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ തന്നെ നമുക്ക് ഇതിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാക്കി വെക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പ് കറക്റ്റാണോ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട്. കറി നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കറിയുടെ വെള്ളമെല്ലാം വറ്റി വരണം. അധികം വറ്റി പോകണ്ട, പക്ഷേ അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ളൊരു കറിയാണ്. കറി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാം. ഈ കറി അത്യാവശ്യം തിക്കായി വന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഗ്രേവിയുടെ അളവൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ലൂസിലാണ് എടുത്തിരിക്കുന്നത്. ഇതിനേക്കാളും കുറച്ചുകൂടെ ടൈറ്റാക്കി എടുക്കുന്നതാണ് നല്ലത്. നമ്മുടെ സ്പൈസി കറിയായ ചെമ്മീൻ മുളകിട്ടത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ കറിയും വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് എല്ലാം ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. താങ്ക് യു. നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.